അളിയ അളിയ ഒന്ന് സമാധാനമായിട്ടിരിക്കുക അളിയ. എന്തിനിങ്ങനെ കരയുന്നേ അളിയ? എനിക്കല്ലേ സംഭവിച്ചു. എന്ത്? ഞാൻ പലപ്പോഴും ആലോചിക്കുമല്ലോ സാറേ, എന്തോന്ന് ഞാനെന്ത് ഇത്ര ഭാഗ്യദോഷിയായി പോയത്. അളിയ അളിയന് എന്ത് ഭാഗ്യദോഷമാണ്? എനിക്ക് മത്സരിക്കാൻ പറ്റൂലല്ലോ. അളിയ അതാണോ? അത് നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട് അളിയ. വനിതാ വാർഡല്ലേ, നമുക്ക് തങ്കത്തിനെ നിർത്തി ജയിപ്പിച്ചെടുത്തൂടെ? അതെന്തായാലും നന്നായി. കാശ് വേറെ പോവില്ലല്ലോ, ഭർത്താവിന് പകരം ഭാര്യ. അപ്പൊ പറഞ്ഞിരിക്കട്ടെ, എന്ത്? ഇനി മേലാൽ അങ്ങനെ ഒരു ഐഡിയ എന്റെ അടുത്ത് പറയരുത്. അതൊന്നും വേണ്ട. അത് കാര്യം പറയാ. വേണ്ട, തങ്കത്തിനെ മത്സരിപ്പിക്കണ്ട, അതൊന്നും നടക്കൂല. പക്ഷെ അളിയ അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളോടൊന്നും അറിയട്ട്. കാര്യമുണ്ട് സാറേ, കാര്യമുണ്ട്. അത് പറഞ്ഞാലേ അറിയൂ. ഇപ്പൊ തന്നെ ആ വീട്ടിൽ എനിക്കൊരു വിലയില്ല. എന്നെ ആ കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് ചവിട്ടി താഴ്ത്തിയിട്ടൊക്കെയാണ്. എങ്ങനെ അവളൊരു മെമ്പറായി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ എന്നെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയിലാക്കും. പിന്നെ ഞാൻ വെറും കരിയെ പോലെ. എന്റെ അളിയ ഇത് അളിയന്റെ വെറും തോന്നലത്. ഒന്നുമല്ല, അതുപോലെ ഒരു ഭാര്യയെ കിട്ടിയതിന് ഭാഗ്യം ചെയ്യണം. തങ്കം പോലെ പേര് തങ്കം. അതില്ലെങ്കിലും അങ്ങനെയല്ലടാ. സദ്യ തിന്നുമ്പോ തോന്നും നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാന്ന്. ചിക്കൻ ബിരിയാണി തിന്നോണ്ടിരിക്കുമ്പോ തോന്നുന്നു പായസം കൂട്ടി സദ്യ കഴിക്കാന്ന്. നിങ്ങൾക്ക് പലതും തോന്നുന്നു. പക്ഷെ എനിക്കറിയാം എന്റെ വീട്ടിലെ അവസ്ഥ. ഞാൻ സമ്മതിക്കൂല. തങ്കത്തിന് ഇലക്ഷൻ എന്ന് മത്സരിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇനി അതിന്റെ അടുത്തൊന്ന് പറയുകയും ചെയ്യരുത്. അളിയ കരച്ചിലൊന്നും നിർത്ത്. വാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പാർട്ടി ഓഫീസിലോട്ട് പോയി ആ നായരേട്ടന്റെ കടയിൽ ആളെ ഞാൻ ഇത്രയും കരയും കളിയും കൂടി എണീറ്റേ. പിന്നെ അത് കൊള്ളാം. ആളെ ഒന്ന് എണീറ്റേ. നമുക്കേ ആ നായരേട്ടന്റെ കടയിൽ പോയി ചായ കുടിച്ച് പാർട്ടി ഓഫീസിൽ പോയിരുന്നു സ്വസ്ഥമായിട്ട് ആലോചിക്കാം. വകുപ്പുകളൊക്കെ നമ്മുടെ കയ്യിൽ വരുമെന്ന് നമ്മൾ ഇതിന്റെ അപ്പുറം കണ്ടിട്ടില്ല. ഇങ്ങോട്ട് ഇനി കളിയാ. അവിടെ നമുക്ക് 2 കടി കഴിക്കാം. ഒന്ന് പിടിയിടാ. ഇങ്ങോട്ട് എണീറ്റേ. വാ, ഇങ്ങോട്ട് വാ എന്റെ കളിയാ. എന്നാലും എന്റെ കർത്താവേ, ഞാൻ എന്തിനോ ആർക്ക് ചെയ്തു എന്നോട്? ഏത് നേരം ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഇപ്പോൾ ഈ DDD പാർട്ടിക്ക് ആകെ ഒരു കൗൺസിലറുണ്ടായ സ്ഥലമാണ് ഇപ്പോൾ ഈ സ്ഥലം. അവിടെ ക്ലീറ്റോനൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അവൻ ജയിച്ചാൽ അത് അവൻ്റെ ഭാവിക്ക് ഗുണം ചെയ്യും. അത് സംഭവമൊക്കെ നല്ല കാര്യമാണ്. അല്ലടാ, ഈ ഇലക്ഷനെ നിൽക്കുമ്പോഴേ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇതിനൊക്കെ കാശ് ചെലവ് വരുമല്ലോ. ഇതൊക്കെ പാർട്ടി തരുമോ? ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും പാർട്ടിക്ക്. അല്ലടാ, അപ്പം ഈ കൊടിതോരണം കെട്ടാനും മറ്റേ മീറ്റിംഗ് വിളിക്കാനും ബോക്സും മൈക്കൊക്കെ വെക്കാനും അതിനൊക്കെ അത് ഈ നിയമസഭ ലോകസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചില വലിയ കമ്പനിക്കാർക്ക് അവരെ സപ്പോർട്ട് ചെയ്യും, കോർപ്പറേറ്റുകൾ. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ജയിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒത്താശ പറഞ്ഞ് നിൽക്കുമല്ലോ. കമ്പനി എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ ഇവർ സപ്പോർട്ട് ചെയ്യും, പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് കമ്പനി അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതുപോലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും വാർഡ് തെരഞ്ഞെടുപ്പൊക്കെ അവർ സഹായിച്ചിട്ട് അവർക്ക് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ശരി, അവ കാശും പണമുള്ളവനെ മത്സരിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇവന്റെ സ്ഥലത്ത് നിന്ന് പിന്നെ വല്ല ഭാഗം എന്തെങ്കിലും കിട്ടാണ്ടാവോ? അവിടെ ഒരു കുന്തോ ഇല്ല. അല്ല, ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചടാപടി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ വിൽക്കാൻ പറ്റുമോ? അത് വസ്തു വിറ്റ് പോകുന്നില്ല ഇപ്പോൾ. അപ്പൊ ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമില്ല. അപ്പൊ എന്താ ചെയ്യാ? വിൽക്കാൻ ഉണ്ടെങ്കിൽ കൊടുക്കണം. അവൻ്റെ അടുത്ത് പറഞ്ഞ് ഉപദേശിക്കണം ഇതിന്ന് മാറാൻ. അതാ വേണ്ടിയത്. അയ്യോ, വേറെ എന്ത് വേണോ ചെയ്യാം. അവനെ പറഞ്ഞത് തിരുത്താനൊന്നും പറ്റില്ല. കാരണം അപ്പൊ ഭയങ്കര ആവശ്യത്തേക്കുക. ഒന്നി അവൻ നമ്മളെ കൊല്ലും, അവല്ലേ അവൻ ചാവും. അവരത്തേക്ക അല്ല, നമ്മുടെ ഈ വളപ്പിന്റെ ആ മറ്റേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 4 സെന്റ് ഇങ്ങനെ കോണായിട്ട് കിടക്കുന്നില്ല ശിവാനന്ദന്റെ എതറവിടെ, അവന്റെ വഴിയുടെ ഭാഗത്തായിട്ട് ആ സ്ഥലം അങ്ങനെ കിടക്കൊണ്ട് അവന് വഴി ഇത്തിരി ഇടുങ്ങിയിട്ടാണല്ലോ. അപ്പൊ അവനത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് കിട്ടി അവനെ വഴി ഇത്തിരി വലുതാവും ചെയ്യും. കാശിനിപ്പോ ആവശ്യമുള്ള സ്ഥിതിക്ക് ആ 4 സെന്റായിട്ട് കൊടുത്താലോ? എന്തോന്നാ പറഞ്ഞത്? എന്റെ ഭർത്താവ് അങ്ങനെ കേട്ടിരുന്നെങ്കിൽ നിന്റെ കഴുത്ത് കണ്ടിച്ചാനാ. തെമ്മാടിത്തരം പറയുന്നോ? അല്ല, ഞാനത് അവന് ഇലക്ഷന് കാശിന് വേണ്ടിട്ട്. കാശിന് വേണ്ടിട്ട് നീ ഒന്നും പറയണ്ട. ഞാൻ എനിക്ക് വേണ്ടിട്ടല്ല. പിന്നെ ഞാൻ നീ മിണ്ടാതിരി അവിടെ. അല്ല അമ്മാവ, അങ്ങനെ ഉദ്ദേശിച്ചല്ല അമ്മ പറഞ്ഞത്. എങ്ങനെ ഉദ്ദേശിച്ചു? അല്ല, ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നു? ഞാനൊരു കാര്യം അല്ലാണ്ടപ്പോ അവന് കാശ് കൊടുക്കാൻ വിടലില്ലല്ലോ. നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴേ അച്ഛനെ സ്വാധീനിച്ച് എന്റെ സ്വത്ത് മുഴുവനും അടിച്ചു മാറ്റിയവനായവൻ. പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 35,000 ഉറുപ്പ്യ അളിയനെ കിട്ടിയാൽ മതി, എനിക്ക് സ്വത്ത് വേണ്ടെന്ന് പറഞ്ഞാണ്. നിന്റെ അച്ഛനായി കാശ് കൊടുത്താ പിന്നെ കാശ് മേടിച്ചിട്ട് പിന്നെ സ്വത്ത് വേണം ഇത് എന്ത് കഷ്ടം അറിയാമല്ലേ? അല്ല, ഞാൻ ഈ 4 സെന്റ് പറഞ്ഞ എനിക്ക് വേണ്ടിട്ടില്ല. അവന് ഇലക്ഷന് കാശായി നിർത്ത്. അവര് ഞാൻ സംഭവം ഒന്നുമല്ല, ഒന്നുമില്ല. ക്ലീറ്റോ ഇലക്ഷൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇലക്ഷൻ നിൽക്കുമ്പോ കുറച്ച് പൈസ ആവശ്യം വരും.
അപ്പൊ അമ്മാവൻ എന്നോട് ചോദിച്ചു അത് പാർട്ടിക്കാർ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കൊന്നും കൊടുക്കൂല, പഞ്ചായത്ത് ഇലക്ഷനൊന്നും പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ പൈസ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അമ്മാവൻ ചോദിച്ചു അവന്റെ കുടുംബത്തിലുണ്ടോന്ന് ചോദിച്ചു. അവിടുത്തെ കുടുംബത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മാവൻ ആലോചിച്ചിട്ട് ഒരു ഐഡിയ പറഞ്ഞു, ഇവിടെ താഴെ ഒരു 4-5 സെന്റ് അപ്പൊ അമ്മ ഒന്നും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു 4-5 സെന്റ് മറ്റേ കോണിരിഞ്ഞ് കിടക്കുന്നില്ലേ ആ ശിവാനന്ദന്റെ പേരിടത്തിന്റെ ഫ്രണ്ട് കിടക്കുന്നത്, അവർക്ക് വഴി കിട്ടുന്ന പുള്ളി 3-4 പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മാവൻ പറഞ്ഞു എങ്കിൽ ആ വസ്തുവും കൊടുത്താലോ കൊടുത്ത കാശ് മേടിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ശിവാനന്ദ അതിനെ തർക്കം മെമ്പർ ആയിക്കോട്ടെ, അതിന് രാഷ്ട്രീയ ഭാവി ഉള്ളതല്ലേ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയുമ്പോ അല്ല അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാവും, അമ്മാവും കാര്യം പറയണ്ടായിരുന്നു. പോട്ടെ അതിനിപ്പോ അവനോട് ഇലക്ഷൻ നിൽക്കണ്ടെന്ന് പറ. ഈ ഇലക്ഷനൊക്കെ നിൽക്കാൻ കാശും പണമുള്ളവരാ. അതിപ്പോ മത്സരിച്ചാലും ഇല്ലെങ്കിലും സ്ഥലം കുറച്ച് വിൽക്കേണ്ടി വരും. എന്ത് സംഭവിച്ചാലും ക്ലീറ്റോ കയറി തൂങ്ങും. ആശുപത്രി കൊണ്ടുപോകണ്ടേ, ചികിത്സിക്കണ്ടേ, നല്ല പൈസയാവും. ഇപ്പൊ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. സത്യോടെ ക്ലീറ്റോ ചേട്ടൻ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ വേറെ കാര്യമാ പറയണത്. എപ്പോഴും ഓരോ ചിന്തപ്പാടാ. അത് ശരി. ഇന്നലെ ഞാൻ ഫുഡിന്റെ എന്തോ കാര്യം ചോദിച്ചേ, അപ്പൊ എന്റെ അടുത്ത് 134 എന്ന് പറഞ്ഞു. 134 അപ്പൊ ഉണ്ടേ ഭൂരിപക്ഷം ഒന്ന്. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ ചിന്ത. അയ്യോ, അപ്പൊ പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിലോ? എന്റെ പൊന്നമ്മായി കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ, നീ കെട്ടിയോനില്ലാതാക്കല്ലേ. തെരഞ്ഞെടുപ്പൊക്കെ ഉള്ളു. വോട്ട് വോട്ട് ഇലക്ഷൻ ചർച്ച രാവിലെ മച്ചമ്മ പറഞ്ഞ് ഏൽപ്പിച്ചതാ. ലാവണ്യ പ്രസ്സിൽ പോയിട്ടേ അച്ചമ്മയുടെ പ്രസ്താവന അടിക്കാൻ കൊടുത്തത് മേടിക്കണേ, മേടിച്ചോണ്ട് വരാം. ആരുടെ? അച്ചമ്മയുടെ. അവൻ തന്നെ ഒന്ന് തീരുമാനമായിരുന്നില്ലേ? നോക്കട്ടെടാ, എതിർപ്പുണ്ട്. അതെ പിടിച്ചു വലിച്ചാൽ മതി. ഓ നീ എപ്പോഴും കാണുന്നില്ല, ഇനിയിപ്പോ എന്തോന്നിരിക്കുന്നത്. അയ്യേ ഇതന്നെ ഇങ്ങനെ ഇരിക്കണേ. ഒരു മേനയില്ലടി വച്ച എന്തോരം ഫോട്ടോ ഉള്ളതാ, എന്നിട്ട് ഇതേ കണ്ണും തള്ളി. ഇതിനെന്താ കുഴപ്പം? അവന്റെ ഏത് ഫോട്ടോ എടുത്താലും അവൻ ഇങ്ങനെ ഉണ്ടക്കണ്ണം തള്ളി പിടിച്ചോണ്ടേ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പം ക്ലീറ്റോയുടെ പ്രസ്താവനയില് ടോവിനോയുടെ ഫോട്ടോ വെക്കാൻ പറ്റും. അങ്ങനെയൊന്നും പറയണ്ട. എന്തായാലും അമ്മാവനെക്കാളും കാണാൻ ഭംഗിയുണ്ട്. നിങ്ങളുടെ അല്ലേ അമ്മാവൻ, പിന്നെ ഇതുപോലൊക്കെ അല്ലേ ഇരിക്കുള്ളൂ. മക്കളൊന്ന് മേടിച്ച് വായിച്ച കേക്കട്ടെ. വായിക്കാണ്. കേക്ക്. ബഹുമാനപ്പെട്ട സമ്മതിദായകരെ, നമ്മുടെ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ DDT പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി ക്ലീറ്റസ് മത്തായിയുടെ പ്രസ്താവന. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുവാണല്ലോ. നമ്മുടെ പഞ്ചായത്ത് കാര്യക്ഷമവും അഴിമതി രഹിതവുമായ കരങ്ങളാൽ ഭരിക്കപ്പെടുക എന്നത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും അധികാരവും അവകാശവുമാണ്. ആയതിനാൽ നിങ്ങളുടെ സ്വന്തം അൻസാർ ഹമീദിനെ ഞാൻ DDT പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇത് പറ്റിയെന്താണെന്നറിയോ? അവിടെ ചെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം അൻസാർ ഹമീദിന്റെ പേര് കൊടുത്ത പ്രസ്താവനയ്ക്കകത്ത് അവിടുന്ന് പേര് മാറ്റിയിട്ട് ക്ലീറ്റസ് മത്തായി അടിക്കണമെന്നാ പറഞ്ഞേ. ഓർത്തില്ല, തെറ്റിച്ചടിച്ചു. എന്നിട്ട് ഇതിന്റെ പ്രൂഫ് ആരും മേടിച്ച് നോക്കിയില്ലേ? ഇല്ല, സിനിമ അടിക്കുന്നതല്ലേ, പ്രൂഫ് മേടിച്ച് വായിച്ചു നോക്കും. എന്നിട്ടാണല്ലോ നമ്മൾ ഓക്കെ പറയുന്നത്. ഇതിനൊക്കെ വല്ല ബോധവും തലയ്ക്കകത്ത് ആൾതാമസം വേണം. സ്ഥിരമായിട്ട് ഇവരാണല്ലോ DDTയുടെ അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് വെച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. എങ്ങനെ തിരുത്താൻ? അല്ല വേണ്ട, ഒരു കാര്യം ചെയ്യാതെ അത് നമുക്ക് മറ്റേ പുഷ്കരന് കൊടുക്കാതെ. അവനെന്തോത്തിനാ? കടല കച്ചവടം ചെയ്യണ പുഷ്കരന് കൊടുത്താൽ അവൻ കടല വെച്ചോളൂല്ലോ. എന്തോരം പൈസ ചെലവാക്കിയതാന്ന് ആലോചിച്ച് നോക്കിയത്. അതോ അക്ഷരത്തെറ്റുണ്ട്. സ്ഥാനാർത്ഥി എന്നൊക്കെ എഴുതി വെച്ചേക്കണേ. അടിക്കാൻ പോയ ആളും കൊള്ളാം, കൊടുത്ത ആളും കൊള്ളാം, എല്ലാം കൊള്ളാം. പൈസ ചുമ്മാ മരത്തിന്ന് പറിച്ചെടുക്കുമല്ല. അതങ്ങ് തിരുത്തിയിട്ടങ്ങ് കൊടുക്കാം. തിരുത്തുന്ന എങ്ങനെയാ? നീ അതിനേക്കാൾ നിന്റെ കൂടെ അല്ലേ ഒന്നോ രൂപയാവില്ല പ്രസ്താവന തന്നെ പാളി. അല്ല ഇങ്ങനെയാണേ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അനാവശ്യമായിട്ടും കുറെ പൈസ ചെലവാകും. ലീഡറെ, കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞിരിക്കുക. ഇത് വനിതാ വാർഡായതുകൊണ്ട് ക്ലീറ്റോ നേതാവിന് മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലീറ്റോ നേതാവ് ഒരു കാര്യം പറയും, ക്ലീറ്റോ നേതാവിൻ്റെ ഭാര്യയെ തങ്കം ചേച്ചിയെ നിർത്താനോ. പക്ഷെ ഒരു കാരണവശാലും അവരെ നിർത്താം. എന്താ കിട്ടാത്ത? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നേ. ഒരു പെൺപുലി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു.
അതിനെ നശിപ്പിച്ചത് അവരാ. കുശുമ്പും കുന്നയൊക്കെ പറഞ്ഞ് ആകെ തരികിടയാക്കി. 10 പേരെ മുമ്പ് അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ നിർത്തരുത്. ആ സ്ത്രീയെ നിർത്തുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അവർക്ക് സംസാരിക്കാനും അറിയത്തില്ല, ഇടപെടാനും അറിയത്തില്ല. അവരെ നിർത്തിയാൽ ഇത് കുളമാക്കും. അത് ക്ലീറ്റസിനെ മുമ്പ് വെച്ച് നമുക്കത് പറയാനൊക്കത്തില്ല. അത് ലീഡർ പ്രത്യേകം പറയണം. അവർ കുളമാക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് കൂടെ ദോഷമാണ്. ഈ വാർഡിൽ ഒരു മനുഷ്യനും അവർ അനുഭവമുള്ളൊരു ഒറ്റ എണ്ണമില്ല. അതുകൊണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് നമുക്ക് ക്ലീറ്റസിന് മുമ്പ് വെച്ച് പറയാൻ ഒക്കത്തില്ല. അത് ലീഡർ വേണം പറയേണ്ടത്. കാരണം അവർ ഈ വാർഡിനെ അത്രത്തോളം വെറുപ്പിച്ചു കഴിഞ്ഞു. ഒരു വോട്ട് പോലും അവർക്ക് കിട്ടത്തില്ല. നമുക്ക് ആലോചിക്കാം. ക്ലീറ്റസ് വരട്ടെ. അതെ, ക്ലീറ്റസ് വരുന്നുണ്ട്. നമസ്കാരം ലീഡർ. ഞങ്ങളെ ഒരു മരണം അടുത്തേ, ഞാൻ അവിടെ ഒന്ന് കയറി, അതാ വൈകിയതേ. ക്ലീറ്റസേ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങളൊന്നും നീങ്ങുന്നത്. നമ്മുടെ വാർഡ് വനിതാ വാർഡ് ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് തങ്കത്തിനെ അങ്ങ് നിർത്തിയാലോ നമ്മുടെ. അല്ല, അത് ശരിയാവില്ല ലീഡർ. അതൊന്നും വേണ്ട. എൻ്റെ കുടുംബത്തിൽ നിന്നോ ഇനി എൻ്റെ ഭാര്യ അങ്ങനെ ആരും വേണ്ട. നമുക്ക് വേറെ മെമ്പർമാർ കൂടെ ഉണ്ടല്ലോ. തങ്ക ചേച്ചി അങ്ങ് നിർത്തണം. തങ്ക ചേച്ചി അങ്ങ് നിർത്തണം. ബാബു, അതൊന്നും ശരിയാവില്ല. ചുമ്മാ ഞാൻ പറയട്ടെ, അവർക്ക് അമ്മ നല്ല വിദ്യാഭ്യാസമുണ്ട്. ആൾക്കാരെ മുമ്പിൽ ചെന്ന് വോട്ട് ചോദിച്ചാൽ 10 വോട്ട് കിട്ടും. പിന്നെന്താ പേടിക്കാൻ? ബാബു, എൻ്റെ കുടുംബത്തിലെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ കുടുംബത്തിൽ നിന്നോ ആരെയും സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ എനിക്ക് താല്പര്യമില്ല. അതാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ആണേ വേണ്ട. നിങ്ങളൊരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുക. നിങ്ങൾ നിർദ്ദേശിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും പേര് നിർദ്ദേശിക്കും. ഞാനൊരു പേര് പറയാം. പരമയോഗ്യ ഒരു സ്ത്രീയുണ്ട്. BA ഇംഗ്ലീഷ്, നല്ല സ്വഭാവം, ഇംഗ്ലീഷൊക്കെ മണിയായിട്ട് പറയും. ഗ്രാമസഭകളിൽ വാചാരമായ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കും. നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാണ്. നല്ല വിദ്യാഭ്യാസം, വിവരം, വിനയം. അവർ നിന്ന് കഴിഞ്ഞാൽ പുഷ്പം പോലെ വിജയിക്കും. അതാരാണ്? നമ്മുടെ അൻസാർ മെമ്പറിൻ്റെ ഭാര്യ ആബിദ അൻസാർ. എൻ്റെ ജി ആവിത, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു 500 രൂപ കടം തരണം. അമ്മ രാവിലെ എണീറ്റപ്പോൾ മുതൽ ഭയങ്കര തലകറക്കം. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നാളെ തന്നെ തിരിച്ചു തരാം. എൻ്റെ പൊന്നേച്ചി, ഞാൻ കുറച്ച് നേരത്തെ പോലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. ഒരു 500 രൂപ കണ്ണി കണ്ടിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? അത് സാരമില്ല, ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. ഇപ്പം എല്ലാം ഗൂഗിൾ പേ ആണല്ലോ. അയ്യോ, ഗൂഗിൾ പേ ചെയ്യാനാണെങ്കിൽ അക്കൗണ്ടിൽ പൈസ വേണ്ടേ ചേച്ചി? ആകെ കൂടെ നുള്ളി പറക്കിയ ഒരു 120 രൂപ കാണും എൻ്റെ അക്കൗണ്ടിൽ. അല്ല, ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ എടുത്തിപ്പോൾ കാണിച്ചു തരാം. അയ്യോ, അതൊന്നും സാരമില്ല ആബിദ. എനിക്ക് ആബിദ വിശ്വാസമാണ്. കുഴപ്പമില്ല, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. ശരി, കുഴപ്പമില്ല. പിന്നെ ചേച്ചി ഇത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടേ എനിക്ക് സഹായിക്കാൻ പറ്റതിൽ വലിയ സങ്കടം ഉണ്ട് കേട്ടോ. അത് സാരമില്ല ചേച്ചി, ഇല്ലാഞ്ഞിട്ടാണേ ഒന്നും വിചാരിക്കല്ലേ. ഓ, കുഴപ്പമില്ല. ഞാൻ വേറെ ആരോടും. ഓ, ശരി. ഉള്ളിലേക്കാണെങ്കിൽ എന്നും വരും ഓരോരോ കാരണങ്ങളും കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന പൈസ അല്ലേ? ബാബു പറഞ്ഞത് ശരിയാ. ആബിദ താത്ത നിക്കട്ടെ. അതൊന്നും ഒപ്പം തീരുമാനിക്കാൻ പറ്റത്തില്ല. അല്ല സാറേ, പിന്നെ എല്ലാവരും കൂടെ ഒരു അഭിപ്രായം പറയുമ്പോൾ നല്ലതല്ലേ? നിൽക്കട്ടെ. ഇല്ലേ, അത് ശരിയാവത്തില്ല. അവളടുത്ത് ചോദിക്കട്ടെ. ചോദിക്കാൻ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയുന്നത്. ഫോൺ ചെയ്ത് ചോദിച്ചോ. അല്ല, അത് ഞാൻ വീട്ടിൽ പോകാൻ വിളിച്ചോളാം. വിളിക്കാം, ഫോണിരിക്കല്ലോ, ഒന്ന് വിളിച്ച് ചോദിക്കാൻ സാറേ. നിങ്ങൾ എല്ലാവരും നിർബന്ധമാണെങ്കിൽ വിളിക്കാൻ തന്നെ. ഇക്ക. ആബിദ, നീ എവിടെ? വീട്ടിലുണ്ടോ? എന്താ ഇക്ക? പിന്നെ ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ വാർഡ് വനിതാ വാർഡായത് നീ അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ DDT പാർട്ടിയിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നിന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം.
നീ പേടിക്കണ്ടടി, ഞാനില്ലേ. ഷോ അത് ശരിയാവില്ലേക്കാ. പിന്നെ നമ്മുടെ പാർട്ടിക്കാരൊക്കെ ഇല്ലേ, പിന്നെ ക്ലീറ്റോ ഉണ്ട്. നമ്മുടെ പാർട്ടിക്കാർ ഇത്തവണ നല്ല പ്രകടനം കാഴ്ചവെക്കും. വേണ്ടേക്കാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനേക്കാ, വേണ്ടെന്നേ. നീ ഒന്ന് നിന്ന് തന്നാൽ മതി, ഈസി ആയിട്ട് അവർ നിന്നെ ജയിപ്പിക്കും. ശരിയാവില്ലേക്കാ, വേണ്ട. ഡേ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. നീ നിന്നേ പറ്റൂ. അല്ല, ഇക്കയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിൽക്കാം. ഇക്കയുടെ അഭിമാനം എന്ന് പറയണേ എൻ്റെയും കൂടെ അഭിമാനമാണല്ലോ. ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യ. കൊച്ചുനാളാണെങ്കിൽ ഇതേപോലെ ഇലക്ഷനോ അല്ലെങ്കിൽ സിനിമ കൊട്ടായിലെ പോസ്റ്ററോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ വള്ളം മണി, അല്ലേ റോക്കറ്റ്. ഈ കളർഫുൾ പേപ്പർ കൊണ്ടുവന്നേലേ ഡാഡി കണ്ട വഴക്ക് പറയൂലേ. എന്റെ മോളെ ഇത് ഉപയോഗമില്ലാത്ത കാര്യമല്ലേ? ഉപയോഗം ഇല്ലാന്ന് വെച്ചാല് നോക്ക്, ഈ വൈനർ വെച്ചത് ഇത്രയും ഭാഗം മാത്രം ബാക്ക്ഗ്രൗണ്ട് വെള്ളയില്ല, ഇത് നമുക്ക് വെളിയിൽ എഴുതിയാ പോരെ. മുത്തേ പറയുന്നേ ഉപയോഗമില്ല പോലും. അവിടെ വൈറ്റ്നർ വെച്ച് പേര് മാറ്റിയാൽ തന്നെ സ്ഥാനാർത്ഥി ദാരിദ്ര്യവാസിയാണെന്ന് തെളിഞ്ഞില്ലേ? എന്റെ പൊന്നിനൊന്നും അറിയൂല, ഒന്നും അറിയില്ല. ഇത്രയും പൈസക്ക് ഇത്ര അടിച്ചു വെച്ചിട്ട് പിന്നെ ആയുധം നിന്റെ അമ്മ എവിടെ? എന്താ ഈ പാർട്ടി ഓഫീസിലെ കബോർഡിന്റെ താക്കോൽ എവിടെ? പാർട്ടി ഓഫീസിന്റെ കബോർഡിന്റെ താക്കോൽ എവിടെ നിന്ന്? നിനക്കത് ചെവി കേട്ടൂടെ? ചോദിച്ചാ എനിക്കറിയില്ല. ഇവിടെ നിനക്കൊന്നും അറിഞ്ഞൂടെ? കബോർഡിന്റെ താക്കോല് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ ഇതിനകത്ത് പേര് അൻസാർ ഹമീദ് എന്നുള്ള പേര് മാറ്റിയിട്ട് മറ്റമ്മയുടെ പേരടിച്ചില്ലാന്ന് പ്രസ്സുകാർ പറഞ്ഞു. ഉപയോഗമില്ലാത്ത ചേട്ട താക്കോല് നോക്കിയെടുത്ത് വെച്ചോളാം. പറഞ്ഞോട്ടാ, ഒരു സാധനം വീട്ടിൽ വെച്ചാൽ കാണില്ലെന്ന് പറഞ്ഞ മനുഷ്യനെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കരുത്. എല്ലാം കൂടെ സ്വസ്ഥത കെടുത്താനായിട്ട് കുറെ എണ്ണം. പത്രത്തിലൊരു കാര്യം നോക്കണം. എന്തായി നിന്റെ സ്ഥാനാർത്ഥി തന്നെയൊക്കെ? സ്ഥാനാർത്ഥി ഉണ്ടാ നിനക്കെന്താ? നിനക്കുമല്ലോ വേറെ കാര്യമൊന്നുമില്ലേ? ഇതെന്താ ഇത്ര ചൂട്? ചൂട് തന്നെ പച്ചവനടി. ചൂടാവും ഞാൻ, ചൂടല്ല പലതും കാണിക്കും. നിങ്ങൾക്ക് വല്ലതും ഉണ്ടാ? എന്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ പറ്റണ്ട. കുറെ ഇറങ്ങിക്കണം എന്നെ ഉണ്ടാക്കാനായിട്ട്. വഴക്കിട്ട് കാണും ചേച്ചിയായിട്ട്. എന്തു ചേച്ചി? ആർക്കറിയാ, ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. എടി ആ നോട്ടീസ് ഇല്ലേ ഇവരുടെ, അത് ദേ ഇവളെടുത്ത് എന്തോ ചെയ്തെന്നും പറഞ്ഞു കിടന്ന് തുള്ളലോട് തുള്ളക്ക. അതുകൊണ്ടല്ല, അതിനൊന്നും വന്നപ്പോഴേ ഭയങ്കര ദേഷ്യമായിരുന്നു. അല്ല, അതില് പേരില്ല, പേര് അൻസാർക്കയുടെ അല്ലേ, അതുകൊണ്ടായിരിക്കും. അല്ല മാമി, അത് വന്നപ്പോഴേ ദേഷ്യമായിരുന്നു. പേരറിഞ്ഞിട്ടും വലിയ വികാരവും മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സെയിം ദേഷ്യം തന്നെ. ഇനി സ്ഥാനാർത്ഥി നിർണയത്തിൽ അവന്റെ പേരൊന്നും ഇല്ലാതിരിക്കുവോ? അങ്ങനെ പറയല്ലേ പാവം. അങ്ങനെ വരുമോ? അങ്ങനെ എന്തായാലും വരത്തില്ല. നീ അതെങ്ങാനും ആണോ? നീ ഒന്ന് അൻസാറിനെ വിളിച്ചു നോക്കി, അൻസാർക്കാനെ. പക്ഷെ രഹസ്യമായ കുറെ ചർച്ചകൾ പാർട്ടി ഓഫീസിൽ നടക്കുന്നുണ്ട്. എന്താന്ന്? രഹസ്യമായ കുറെ പാർട്ടി മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. അത് ഞങ്ങളെ അണികളെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. കനാ സാറാ? സാറേ, ഇല്ലല്ലോ, വെറുതെ വിളിച്ച. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ എന്താ? നമ്മുടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കഴിഞ്ഞു സാറേ. അപ്പൊ ക്ലീറ്റ് തന്നെ സ്ഥാനാർത്ഥി. നമ്മുടെ ക്ലീറ്റസ് അല്ല. പക്ഷെ സാറേ, പന്തെന്റെ കോട്ടിൽ തന്നെ. ശരി സാറേ, ഞാൻ വിളിച്ചോളാം. ഞാൻ ഇച്ചിരി തിരക്കാം. ശരി, ഓക്കെ. എന്തോ മച്ചമ്പി? എന്താ എന്താടാ? എന്തോ കാര്യമുണ്ട്. മച്ചമ്മയുടെ മുഖം മാറി. എന്താന്ന് എന്തായാലും അറിയാവുള്ളല്ലേ? ഒന്ന് പറയട്ടെ, എന്താ? ക്ലീറ്റോ അല്ല.
ക്ലീറ്റോ അല്ലേ? അയ്യോ പിന്നെ മറുകടി എടീ, ഏയ്, ഇത് മാറ്. ഡേയ്, ചേച്ചി ഇല്ലെടി. ചേച്ചി അമ്മ ചേച്ചി ഇല്ലേ? അമ്മ മുത്തേ, ഇങ്ങ് വാ. എന്ത് കഥ ഊറ്റിട്ട് എന്തിനാ? അതെന്താ വല്ല കടുങ്കൈക എന്ത് എടാ അവക്ക് സങ്കടം കാണൂലേ? ഞാൻ തന്നെ എത്ര നേരം ആലോചിച്ചിട്ടുണ്ടെന്ന്. അവന് സാധനം നിനക്ക് സങ്കടമില്ലേടി? നിനക്ക് സങ്കടമില്ലേ? മക്കൾക്ക് സങ്കടമില്ലേ? അല്ല അമ്മ അവള് സങ്കടം ഒന്ന് കരഞ്ഞ് തീർത്തോട്ടെ. നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്? എന്തേ പറയുന്നത്? കരയാനല്ലേ ഇവിടുന്ന് കരഞ്ഞാ പറയാ, റൂം കഥ അടച്ച് കരയണോ? നിങ്ങൾ ബഹളം ഉണ്ട്. അമ്മ ഓക്കെ ആണോ? നിക്ക്, ഞാൻ വിളിക്കാം. മാറ്. കേറി ഒന്ന് ആശ്വസിപ്പിക്കാൻ. നിങ്ങൾ ബഹളം അന്ന് ചവിട്ടി തുറക്കാം. എന്തിന് അമ്മ മകള് പറയാം. അമ്മ എന്തോ ഉണ്ടായി തങ്കം, ഇടേ ഞാനാ വിളിക്കുന്നത്. തുറക്ക്, നമുക്ക് സംസാരിക്കാം. നീ വെളി വന്നേ. മച്ചമ്മ നോക്കി ചവിട്ടി തുറക്കും മച്ചമ്മി. അതെ ചവിട്ടി തുറക്കട്ടെ അങ്ങോട്ട്. തങ്കം, എന്റെ പൊന്നമ്മ ഒന്ന് സംസാരിക്കമ്മ. തങ്കം, ഡേയ് തങ്കം, മച്ചമ്മ ഇങ്ങോട്ട് മാറിയേ. തുറക്കണേ. എന്താ ചേച്ചി അകത്ത് എന്തെടുക്കുവായിരുന്നു? ഞാൻ ചാവാൻ പോയതല്ല, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാ. വനിതാ സംവരണം വന്നത് നമുക്ക് ഭയങ്കര വിനയായി. പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനുമില്ല നമ്മുടെ വാർഡിൽ. ഇനി അടുത്ത വാർഡിൽ നിന്നെങ്ങണം ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് നിർത്തിയേ പറ്റും. നേതാവേ, നാട്ടിലുള്ള നല്ല സ്ത്രീകളൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒന്ന് തപ്പി നോക്കട്ടെ. ഒന്ന് ആരെല്ലാം ഉണ്ടോ? അത് നല്ലൊരു ഐഡിയ. നേതാവ്, ഇത് നമ്മുടെ ക്ലീറ്റസ് നേതാവിന്റെ ഭാര്യ തങ്കം ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു. എന്താ ലോകത്തിലെ ഏറ്റവും പൊട്ട പാർട്ടിയാണ് DDT പാർട്ടി. എല്ലാ കള്ളന്മാരും